കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമത ഭീതിയിൽ. ഇതുവരെ 6 പേരാണ് കോൺഗ്രസിനെതിരെ വിമത സ്ഥാനാർത്ഥിയായത്. സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞ് നേതൃത്വം വഞ്ചിച്ചുവെന്നാണ് വിമതർ പറയുന്നത്. എനിക്ക് അർഹമായൊരു സീറ്റാണ് നിഷേധിച്ചത്. കാരണം ഇത് 10 വർഷം മുമ്പ് എനിക്ക് ഇതേ സ്ഥാനാർത്ഥിത്വം ലഭിച്ചതാണ്. ആ സമയത്ത് ആരുടെയൊക്കെ കളിമുഖാന്തരം എൻ്റെ വോട്ട് ലിസ്റ്റിൽ പേര് കളഞ്ഞു വെച്ചിരുന്നു. ആ ഒരു പേര് പറഞ്ഞാൽ അന്ന് 10 വർഷം മുമ്പ് വനിതാ സംവരണം വന്ന സമയത്ത് എൻ്റെ വോട്ട് ലിസ്റ്റിൽ പേരില്ല എന്നുള്ള രീതിയിൽ ഞാൻ 10 വർഷം മുമ്പ് മാറി നിന്ന്. അന്ന് ഞാൻ ഏറ്റവും മുന്നിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചൊരു വ്യക്തിയാണ്. പേര് വന്നപ്പോഴത്തേക്കും പുറത്തെ ഡിവിഷനിലെ കുട്ടിയാണ്. അതിനെതിരെയാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. കാരണം നമ്മുടെ ഡിവിഷനിലെ വികസനത്തിനാണേലും ഡിവിഷനിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കാണേലും എല്ലാം ഞാൻ മുന്നിട്ട് നിന്ന് എല്ലാം ചെയ്തു കൊടുക്കാറുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് പുറത്തുനിന്നുള്ളൊരു ഡിവിഷനിലെ വ്യക്തി ആകുമ്പോഴത്തേക്കും അത് എത്രത്തോളം ആപ്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്യാം. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുകയാണ് കൊച്ചിയിൽ. പ്രത്യേകിച്ച് ഓരോ ഡിവിഷനിലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിലവിൽ കോൺഗ്രസിന്റെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ റോസി സോഫിയാണ് 70-ാം ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ പത്രിക സമർപ്പിക്കുമെന്നുള്ളതാണ് റോസി സോഫിയ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് പെരുമ്പടപ്പ് വാർഡിലാണ്. അവിടെയും ഹസീന മണ്ഡലം സെക്രട്ടറി കൂടിയാണ്. അവരും വിമത സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും നാളെ പത്രിക കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവരോടെല്ലാം തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പ്രാദേശിക നേതൃത്വം പറഞ്ഞ ആളുകളാണ്. അങ്ങനെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് സീറ്റില്ല എന്ന അറിയിപ്പ് ലഭിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇവരിൽ പലരും ഇപ്പോൾ സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും വിജയസാധ്യതയുള്ള സീറ്റുകളിലാണ് ഇത്തരത്തിൽ വിമത സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് കൊച്ചി കോർപ്പറേഷനിൽ വലിയ തലവേദന ഒരുക്കുന്നത്. 6 പേരാണ് ഇതുവരെ വിമത സ്ഥാനാർത്ഥികളായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അത് എണ്ണം കൂടുമെന്ന സൂചനയാണ് SKN ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.